കണ്ണൂർ ജില്ലയിൽ പിണറായി വിരുദ്ധർ പാർട്ടി പിടിച്ചെടുക്കാൻ പോകുകയാണ്. അതിനാദ്യം തന്നെ പിണറായിയുടെ കണ്ണൂരിലെ വിശ്വസ്തനായ ജില്ലാ സെക്രട്ടറി കെ രാഗേഷിനെ പൂട്ടിയേ മതിയാകും. നമുക്കറിയാം, നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CPM ഇതിനു മുൻപും തോറ്റിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ പാർട്ടി തന്നെ തരിപ്പണമാകുന്ന രീതിയിൽ ഇപ്പോഴും അതിൻ്റെ അലയൊലികൾ തുടരുന്നത് മറ്റൊന്നും കൊണ്ടല്ല. CPMലെ വിമതർ പാർട്ടികൾ പിടിച്ചെടുത്തു എന്നുള്ളത് തന്നെയാണ്. അതായത് അമ്പലപ്പുഴയിൽ G സുധാകരനും അതുപോലെ മറ്റു പാർട്ടിക്കാർക്ക് എത്തിനോക്കാൻ പോലും കഴിയാതിരുന്ന പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിൽ TK ഗോവിന്ദനും ജയിച്ചത് CPM തകർന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇനിയൊരു തിരിച്ചുവരവില്ല എന്ന് ഉറപ്പിക്കുന്ന തരത്തിലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകാൻ പോകുന്നത് പാർട്ടിയുടെ ആസ്ഥാനമായ കണ്ണൂരിൽ തന്നെയാണ്. ഈ തോൽവികൾക്കെല്ലാം ഉത്തരവാദി 10 വർഷം കേരളം ഭരിച്ച പിണറായി വിജയൻ്റെ ധാർഷ്ട്യമാണെന്ന് വിമതരായി ജയിച്ച MLAമാർ പറഞ്ഞത് അത് ഏറ്റുപിടിച്ചുകൊണ്ട് പിണറായി വിഭാഗത്തെ തീർക്കാൻ തന്നെ പദ്ധതിയിട്ടിരിക്കുകയാണ് പിണറായി വിരുദ്ധർ. മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പിണറായി വിജയൻ കാണിച്ച ധാർഷ്ട്യം, പാർട്ടിയിലെ മറ്റുള്ളവരെ അടിമകളെ പോലെ കണ്ടതിനെല്ലാം അതിന് മറുപടി നൽകാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനം. കോടിയേരി ബാലകൃഷ്ണൻ്റെ മരണത്തോടു പോലും പിണറായി കാണിച്ച അവഗണന, KK ശൈലജയെ തോൽപ്പിച്ചു വിട്ടത്, അതുപോലെ P ജയരാജനെ ഒതുക്കി ഇല്ലാതാക്കിയത്, AN ഷംസീറിനെ മൂലക്കിരുത്തിയത്, ഒപ്പം EP ജയരാജനെ കൈയൊഴിഞ്ഞത്, അങ്ങനെ എല്ലാം ചേർത്ത് 8ൻ്റെ പണി തന്നെയാണ് പിണറായി വിജയന് കണ്ണൂരിൽ കൊടുക്കാൻ പോകുന്നത്. അതിനവർ ആദ്യം തകർക്കാൻ പോകുന്നത് ജില്ലാ സെക്രട്ടറി KK രാഗേഷിനെയാണ്. ജില്ലാ സെക്രട്ടറിയായ പിണറായി വിശ്വസ്തൻ അത് രാഗേഷ് മാറുന്നതോടെ പിണറായിക്ക് കണ്ണൂർ ജില്ലയിൽ പുല്ലുവില പോലും ഇല്ലാതായി മാറും എന്നുള്ളതാണ് വിരുദ്ധർ ഇപ്പോൾ തീരുമാനിച്ചു വച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നീക്കങ്ങൾ സജീവമാക്കി കഴിഞ്ഞു. ജില്ലാ സെക്രട്ടറിയെ നിയമിച്ചതിനെതിരെ ദേശീയ നേതൃത്വത്തിന് ജില്ലയിലെ ചില നേതാക്കൾ പരാതി നൽകി എന്നാണ് വാർത്തകൾ വരുന്നത്. തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി ഏതോ കേന്ദ്രത്തിൽ നിന്നും ബോധപൂർവം ഇത്തരം വാർത്തകൾ ഉൽപ്പാദിപ്പിക്കുകയാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും പിണറായിയുടെ നോമിനിയെ നാടുകടത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. പരാതി നൽകിയവരെ സഹായിക്കാൻ കേന്ദ്രത്തിൽ സാക്ഷാൽ MA ബേബി തന്നെ വിരുദ്ധർക്കൊപ്പം ഉണ്ട് എന്നതാണ് പിണറായി വിജയൻ്റെ കാര്യത്തിൽ തീരുമാനമാകും എന്ന് കരുതുന്നത്. കണ്ണൂർ ജില്ലയിൽ നേതാക്കന്മാരായി പിണറായിക്കൊപ്പം ഉള്ളതിപ്പോൾ ഗോവിന്ദനും KK രാഗേഷും മാത്രമാണ്. അതുകൊണ്ട് തന്നെ KK രാഗേഷിനെ തകർക്കുന്നതോടെ പിണറായി വിജയനും തകരും. ഇപ്പോഴാണെങ്കിൽ KK രാഗേഷിനെതിരെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദം ഉപയോഗിക്കാൻ പോകുകയാണ്. TI മധുസൂദനൻ തട്ടിച്ചെടുത്ത ഏകദേശം 1/2 കോടി രൂപയോളം എങ്ങോട്ട് പോയതെന്ന് രാഗേഷിന് അറിയാമെന്നും അതിനും പിണറായിക്ക് പങ്കുണ്ടോ എന്നൊക്കെ അന്വേഷിക്കണമെന്ന് വരെ പാർട്ടിയിൽ നിന്ന് തന്നെ മുറവിളി തുടങ്ങിക്കഴിഞ്ഞു. പയ്യന്നൂരിലെ ധൻരാജ് രക്തസാക്ഷി ദിനാചരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ സെക്രട്ടറി ഇട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ വലിയ തെറിവിളികളാണ് രാഗേഷിന് നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ പോസ്റ്റിലെ കമൻറ്റ് ഭാഗം പൂട്ടേണ്ടി വന്നു എന്നും വാർത്തകൾ വന്നിരുന്നു. അങ്ങനെ പാർട്ടിയെ നശിപ്പിച്ച പിണറായി വിഭാഗം പൂർണ്ണമായും ഇല്ലാതാവുകയാണ് കണ്ണൂരിൽ എന്ന് തന്നെ പറയേണ്ടി വരും. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും ഇപ്പോൾ പിണറായി വിജയൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ അവരെ മാറ്റുക എന്നുള്ളതാണ് പിണറായി വിരുദ്ധരുടെ ആദ്യത്തെ നീക്കം. സംസ്ഥാന സെക്രട്ടറിയുടെ മാറ്റം അത്ര എളുപ്പമല്ല എന്നിരിക്കെ ജില്ലാ സെക്രട്ടറിയെയാണ് ആദ്യം ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അതുപ്രകാരം KK രാഗേഷ് പൂർണ്ണമായും ഇപ്പോൾ പ്രതിരോധത്തിലാണ്. വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി സതീശനെ വിമർശിച്ച രാഗേഷിനെ സംരക്ഷിക്കാൻ കണ്ണൂരിലെ നേതാക്കൾ ആരും തന്നെ തയ്യാറായില്ല. വളരെ മോശമായിട്ടാണ് കണ്ണൂരിലെ നേതാക്കൾ രാഗേഷിനെ അതിൽ പരിഹസിച്ചത്. അത് ചെറിയ നേതാക്കളാരുമല്ല. കേന്ദ്ര കമ്മിറ്റിയിൽപ്പെടുന്ന EP ജയരാജൻ, PK ശ്രീമതി, KK ശൈലജ എന്നിവരെല്ലാം ഇതുവരെ കാണാത്തൊരാവേശത്തോടെ രാഗേഷിനെ വളഞ്ഞിട്ടാക്രമിക്കുകയായിരുന്നു ചെയ്തത്. ഇതെല്ലാം പിണറായിക്ക് നേരെയുള്ള ആക്രമണം തന്നെയാണ്. ഈ രാജ്യത്തെ കമ്മിറ്റികൾ നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗിന് പാണക്കാട് എന്നതുപോലെ CPMന് കുറേ കാലമായി കണ്ണൂരിലെ നേതാക്കളായിരുന്നു. ആ കണ്ണൂർ പിടിച്ചെടുത്ത് പിണറായി വിജയനെ തകർക്കുക എന്നുള്ളതാണ് പിണറായി വിരുദ്ധരുടെ ആദ്യ ലക്ഷ്യം. അതിലേക്കവർ അടുക്കുകയാണ്. അതിനുശേഷം ഗോവിന്ദനെയും ഒതുക്കിയാൽ പിന്നീട് കേന്ദ്രത്തിൽ MA ബേബിയുമാകുമ്പോൾ പിണറായി വിജയനും വിശ്വസ്തരും ഇല്ലാത്തൊരു CPM നേതൃത്വം അത് യാഥാർത്ഥ്യമാക്കുകയാണ് എതിർച്ചേരിയുടെ ലക്ഷ്യം. അതിനായുള്ള പിണറായി വിരുദ്ധ ആക്രമണത്തിനാണ് കണ്ണൂരിൽ രാഗേഷിനെ ഉന്നം വെച്ച് തുടക്കം കുറിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രതികൾ പിണറായി വിരുദ്ധരായ കണ്ണൂർ നേതാക്കൾ തന്നെയാണ്. അല്ലാതെ CPMൻ്റെ കമ്മിറ്റികൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ ഇത് വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നതല്ല.